അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പരിശുദ്ധമായ റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദുആകൾക്കും ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നത്തെ ദിവസം കാര്യമായി ദിക്ർ ചൊല്ലുകയും സ്വലാത്ത് ചൊല്ലുകയും ദുആ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട വളരെ പവിത്രമായ ദിവസമാണ്. അള്ളാഹു നമ്മുടെ ദുആകൾക്കൊക്കെ ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, സ്നേഹികൾ, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, അതുപോലെ ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഖൈറും ബറക്കത്തും സന്തോഷവും സലാമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യത്തിലും അല്ലാഹു വലിയ ഖൈറും ബറക്കത്തും അല്ലാഹു ഏറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സമാധാനവും സ്വസ്ഥതയും റാഹത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റജബ് നമ്മോട് വിട പറയുകയും ശഅബാൻ നമ്മിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഒരു വല്ലാത്ത ഒരു അസുലഭ മുഹൂർത്തത്തിലാണ് നാം ഉള്ളത്. ശഅബാനിനെ വളരെ മനോഹരമായി ഇബാദത്തുകളെ കൊണ്ട്, ദിക്ർ സ്വലാത്തുകളെ കൊണ്ട് സ്വീകരിക്കാനും, അതുപോലെ തന്നെ റമദാനിനു വേണ്ടി വലിയ മുന്നൊരുക്കം നടത്താനുള്ള വലിയ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുആഇന് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായി മഹാന്മാർ നമ്മൾ പഠിപ്പിച്ചത് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുകയൊക്കെ ചെയ്താൽ നമ്മൾ നമ്മുടെ അസാന്നിധ്യത്തിലുള്ള ഒരു സഹോദരന് വേണ്ടി, നമ്മുടെ മുമ്പിലിരിക്കുന്ന സഹോദരന് വേണ്ടിയല്ല, അല്ലെങ്കിൽ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്ക് വേണ്ടിയല്ല, നമ്മുടെ അസാന്നിധ്യത്തിലുള്ള ഒരാൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി അല്ലെങ്കിൽ അയാളോട് ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ വേണ്ടിയല്ല, അതല്ലാതെ അയാൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകളുടെ കൂട്ടത്തിൽ ഇതൊരു മലക്ക് നമ്മുടെ തലയുടെ മീതെ വന്നു നിന്ന് വലക്ക ബിമിസിൽ, നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ എന്ന്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി ദ്വാരക്കുമ്പോൾ വലക്ക ബിമിസിൽ, നിനക്കും അതുപോലെ ബറക്കത്ത് ഉണ്ടാവട്ടെ, നിനക്കും അതുപോലെ റഹ്മത്ത് ഉണ്ടാവട്ടെ, നിനക്കും അതുപോലെ ആഫിയത്ത് ഉണ്ടാവട്ടെ, നിനക്കും അതുപോലെ ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് മലക്കുകൾ ദുആയിരക്കുമെന്ന് സയ്യിദുനാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിക്കാൻ. അപ്പൊ അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ആദ്യമായി നമ്മുടെ ഉമ്മാക്ക് വേണ്ടി, പാപ്പാക്ക് വേണ്ടി, നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടി, അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, മുഅ്മിനീങ്ങൾക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമുക്കും ആ ഒരു ദുആ നമുക്കും കിട്ടുക. നമ്മൾ അവർക്ക് വേണ്ടി ദുആക്കുമ്പോൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഒരു മലക്കായിരിക്കുമെന്ന് യാതൊരു സംശയമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്. മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ ചെല്ലുന്ന സ്വലാത്ത് എനിക്കുമേൽ കാണിക്കപ്പെടും, ഞാൻ അറിയും. ഞാൻ അറിയും എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ പഠിപ്പിച്ചാണ്. അപ്പൊ അതുകൊണ്ട് ആത്മാർത്ഥമായി മുത്തുനബിക്ക് സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മുടെ സ്വലാത്ത് മുത്തുനബി അറിയും, നമ്മെ മുത്തുനബി അറിയും. നമുക്കതുകൊണ്ട് ധാരാളം ഗുണങ്ങൾ ഉണ്ടാകും. നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു ബിഹാ അശ്റ, അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് 10 സ്വലാത്ത് നമുക്ക് അർപ്പിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വലിയ റഹ്മത്ത് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ആത്മാർത്ഥമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. അതന്നെ ഏറ്റവും വലിയ സംഭവമാണ്. ദുആ സിലാഹുൽ മുഅ്മിന, മുഅ്മിനായ മനുഷ്യന്റെ കൈകളിലുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ദുആ ആണ്, പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ സലാമത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടി, റാഹത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, എല്ലാത്തിനും വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ആ ദുആക്ക് നമുക്കും കിട്ടും, നമുക്കും അതുപോലെ മറ്റുള്ളവർ ദുആ ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.